Once again, welcome back to KCS classes. KCS classes in എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ഓഫീസ് അസിസ്റ്റന്റ് കേരള PSC എക്സാം നാളെ നടക്കാൻ പോവാണ്. സോ നമ്മൾ ഡെയിലി MCQs ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ക്യാപിറ്റൽ മാർക്കറ്റ് ആ ഒരു മൊഡ്യൂളിലെ MCQs നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQസിലോട്ടാണ് നമ്മൾ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലോട്ടും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഓഫീസ് അസിസ്റ്റന്റിന്റെ കോച്ചിങ് നമുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചതാണ്. MCQ പ്രാക്ടീസ്, PDF നോട്ട്സ്, വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇനി വരും പോസ്റ്റുകളിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, പഠിക്കാം. ഓക്കെ, സോ നമുക്കിനി എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an auditor is like a, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. an auditor is like a, നമ്മൾ ആദ്യം പഠിക്കുന്നതാണ്. നമ്പർ 1 blood hound, നമ്പർ 2 watchdog, നമ്പർ 3 may both according to situation, നമ്പർ 4 none of these. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ? an auditor is like a watchdog. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. The term audit is derived from a Latin word audio, which means, number 1, ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ് ഓഡിറ്റിങ്ങിൻ്റെ. ടു ഇൻസ്പെക്ട്, ടു എക്സാമിൻ, ടു ഹിയർ, ടു ഇൻവെസ്റ്റിഗേറ്റ്. എന്താണ് ആൻസർ വരാ? ടു ഹിയർ. ഓപ്ഷൻ സി ആണ് വരാ. ഓഡിയോന്റെ മീനിങ് എന്താണ്? ടു ഹിയർ. ഓപ്ഷൻ സി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. Process of verifying the documentary evidences of transactions are known as. ഡോക്യുമെന്ററി എവിഡൻസസ് വെരിഫൈ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? നമ്പർ 1 ഓഡിറ്റിംഗ്, നമ്പർ 2 ടെസ്റ്റിംഗ്, നമ്പർ 3 വൗച്ചിങ്, നമ്പർ 4 വെരിഫിക്കേഷൻ. അപ്പോൾ ഡോക്യുമെന്ററി എവിഡൻസ് ചെക്ക് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? വൗച്ചിങ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. ഓഡിറ്റിംഗ് ഈസ് കമ്പൽസറി ഫോർ. ആർക്കാണ് ഓഡിറ്റിംഗ് കമ്പൽസറി ആയിട്ട് വരുന്നത്? നമ്പർ 1 സ്മോൾ സ്കെയിൽ ബിസിനസ്, നമ്പർ 2 പാർട്ണർഷിപ്പ് ഫേംസ്, നമ്പർ 3 ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, നമ്പർ 4 പ്രൊപ്രൈറ്ററി കൺസേൺസ്. ആർക്കായിരിക്കും? പബ്ലിക്കിന്റെ പൈസ വെച്ച് ബിസിനസ് ചെയ്യുന്നവര് നിർബന്ധമായും ഓഡിറ്റിംഗ് ചെയ്തിരിക്കണം. അപ്പൊ ആർക്കാണ് പബ്ലിക്കിന്റെ പൈസ വെച്ച് ബിസിനസ് ചെയ്യുന്ന? ഈ താഴെ പറയുന്നതിൽ ഏതാ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. Moving to question number 5. The main object of an audit is dash. ഓഡിറ്റിന്റെ മെയിൻ ഒബ്ജക്ട്. നമ്പർ 1 expression of expert opinion, number 2 detection and prevention of fraud and error. Both A and B depends on the type of audit. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദി മെയിൻ ഒബ്ജക്ട് ഓഫ് ആൻ ഓഡിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഡിറ്റക്ഷൻ ഈ കാര്യങ്ങളൊക്കെ വരും. ബട്ട് ചോദ്യം എന്താ? മെയിൻ ഒബ്ജക്ട് ഓഫ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിന്റെ മെയിൻ ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലായിരിക്കും? ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ഓഡിറ്റ്. ഏത് തരത്തിലുള്ള ഓഡിറ്റ് ആണ്, ഏത് ടൈപ്പായ ഓഡിറ്റ് ആണ്, അതിനനുസരിച്ചിരിക്കും അതിന്റെ ഒബ്ജക്റ്റ്. സോ അതാണ് ആൻസർ കേട്ടോ. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ട ചോദ്യമാണത്. ദി മെയിൻ ഒബ്ജക്ട് ഓഫ് ആൻ ഓഡിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ഓഡിറ്റ്. ആ ഓഡിറ്റിന്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ട്രൂ അല്ലാത്തത്, നോട്ട് ട്രൂ. നമ്പർ 1 ദി ഓഡിറ്റർ ഷുഡ് എക്സ്പ്രസ് an opinion on financial statements. Number 2 his opinion is no guarantee to future viability of business. He is responsible for detection and prevention of frauds and errors in financial statements. And number 4 he should examine whether recognized accounting principles have been consistently. ഇതിലെ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോട്ട് ട്രൂ അബൌട്ട് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്തായിരിക്കും ആൻസർ വരാ? നിങ്ങൾ എന്താണ് ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താ നോക്കിയേ. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓഡിറ്ററുടെ ഡ്യൂട്ടി ആണോ, റെസ്പോൺസിബിലിറ്റി ആണോ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? അല്ല.
നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷന് ശേഷം അതിലെ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വെരിഫിക്കേഷന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന്റെ അടുത്ത്. അതല്ലാണ്ട് ഈ വ്യക്തിയുടെ ഡ്യൂട്ടി അല്ല, ഓഡിറ്ററുടെ ഡ്യൂട്ടി അല്ല, റെസ്പോൺസിബിലിറ്റി അല്ല ഈ പറയുന്ന പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരാട്ടോ. സോ അതാണ് 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്റേണൽ ഓഡിറ്റ് ഈസ് അണ്ടർടേക്കൺ number 1 by independent auditor, statutorily appointed auditor, by a person appointed by management, by a government auditor. Internal audit എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിന്റെ ഉള്ളില്, സോ ഓട്ടോമാറ്റിക്കലി ആരായിരിക്കും? മാനേജ്മെന്റ് ആണ് അല്ലെ. ബൈ എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദി മാനേജ്മെന്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ നടക്കുന്ന ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. ഓട്ടോമാറ്റിക്കലി മാനേജ്മെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുക. ഓപ്ഷൻ സി. Moving to question number 8. The scope of internal audit is decided by shareholders, management, government, law. ഓൾറെഡി നമ്മളിപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള പറഞ്ഞു കഴിഞ്ഞു. ആരാണ് ഡിസൈഡ് ചെയ്യുക? മാനേജ്മെന്റ് ആണ്. ഓപ്ഷൻ ബി. Moving to question number 9. Audit in depth is synonymous for audit in depth. ആ വേർഡിൽ തന്നെ ഉണ്ട്. കംപ്ലീറ്റ് ഓഡിറ്റ്, കംപ്ലീറ്റഡ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ഡീറ്റെയിൽഡ് ഓഡിറ്റ്. എന്താണ് പറയാ? ഓഡിറ്റ് ഇൻ ഡെപ്ത്, ഡീറ്റെയിൽഡ് അല്ലെ. ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് വരാട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഏത് ഇയറിലാണ്? 56, 49, 56 വീണ്ടും കേട്ടോ 30, 48. ഏതാണ് ഇയർ? 49 ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. Moving to question number 11. Internal check is carried on by number 1 staff specially appointed for the purpose, internal auditor, supervisor of the staff, members of the staff. ആരാണ്? ഏതാണ് ആൻസർ വരാ? ഇന്റേണൽ ചെക്ക് ഈസ് ക്യാരിഡ് ഓൺ ബൈ. ഇന്റേണൽ ചെക്കിന്റെ പ്രത്യേകത എന്താ? ഒറ്റയ്ക്കൊരു കാര്യം ഒരു എംപ്ലോയി ചെയ്യുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് ചെയ്ത് അവസാനിപ്പിക്കുന്ന പരിപാടിയാണ് ഇന്റേണൽ ചെക്ക്. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, അതിനുശേഷം ആ വർക്കിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് മറ്റൊരു വ്യക്തി ചെയ്യുന്നു, അതിനുശേഷം അത് ഫിനിഷ് ചെയ്യുന്ന പരിപാടി. സോ നമുക്ക് എന്താ ആൻസർ വരാം? അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റാഫ്. മെമ്പേഴ്സ് ആണ് ഇന്റേണൽ ചെക്ക് ചെയ്യുന്നത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. ടെസ്റ്റ് ചെക്കിംഗ് റെഫേഴ്സ് ടു ടെസ്റ്റ് ചെക്കിംഗ്. നമ്പർ 1 ടെസ്റ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, ചെക്കിംഗ് ഓഫ് സിലക്ടഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ, എക്സാമിനേഷൻ ഓഫ് അഡ്ജസ്റ്റിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ്, ചെക്കിംഗ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ്. ഇപ്പൊ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. എന്തായിരിക്കും? ചെക്കിംഗ് ഓഫ് സിലക്ടഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയാം. ചെക്കിംഗ് ഓഫ് സിലക്ടഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. ഓപ്ഷൻ ബി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. വെരിഫിക്കേഷൻ റെഫേഴ്സ് ടു. എന്തിനാണ് വെരിഫിക്കേഷൻ എന്ന് പറയാ? എക്സാമിനിങ് ദി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് വാല്യുവേഷൻ ഓഫ് അസെറ്റ്, എക്സാമിനിങ് ദി ജേണൽ ആൻഡ് ലെഡ്ജർ, എക്സാമിനേഷൻ ഓഫ് വൗച്ചേഴ്സ് റിലേറ്റഡ് ടു അസെറ്റ്, നൺ ഓഫ് ദി അബവ്. നമ്മൾ വൗച്ചിങ് പറഞ്ഞപ്പോൾ ഡോക്യുമെന്ററി എവിഡൻസിന്റെ എന്താണ് കാര്യങ്ങൾ നോക്കുന്നതിനെ വൗച്ചിങ് എന്ന് പറയാം. നേരെ മറിച്ച് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസെറ്റിന്റെ അതിന്റെ വാല്യുവേഷൻ, അതിന്റെ എക്സാമിനേഷനെ പറയുന്ന പേരാണ് വെരിഫിക്കേഷൻ. സോ ഓപ്ഷൻ എ ആണ് വരാട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ് അറ്റ്. നമ്പർ 1 ഈസി ചോദ്യം. കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, ദെൻ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഈസ് ലോവർ, കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. ഈസി അല്ലേ? ഫണ്ടമെന്റൽ ആണ്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഈസ് ലോവർ. ഓപ്ഷൻ സി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് പ്രിപ്പയർഡ് ബൈ. ആരാണ് ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്? നമ്പർ 1 ഓഡിറ്റർ, ക്ലയന്റ്, ഓഡിറ്റ് അസിസ്റ്റന്റ്, ഓഡിറ്റർ ആൻഡ് ഹിസ് ഓഡിറ്റ് അസിസ്റ്റന്റ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. ഇതിൽ ആരായിരിക്കും? ഓഡിറ്റർക്കും ചെയ്യാം, ഓഡിറ്റ് അസിസ്റ്റന്റിനും ചെയ്യാം. സോ ഓപ്ഷൻ ഡി ആണ് വരാട്ടോ. ദി ഓഡിറ്റർ ആൻഡ് ഹിസ് ഓഡിറ്റ് അസിസ്റ്റന്റ്. ഓക്കെ. Moving to question number 15. The working papers which auditor prepares for financial statements audit are. Number 1 evidence for audit conclusion, owned by the client, owned by auditor, retained in auditor's office until a change in auditors. Okay. Auditing the working purpose which auditor prepares for financial statements audit are. ഇത് ആരാണ് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് വർക്കിംഗ് പേപ്പേഴ്സ്. ആൻസർ ഏതാ? ഓൺഡ് ബൈ ദി ഓഡിറ്റർ. ഒരു ഫയൽ ഇത് വെക്കും എന്നുള്ളത് നമ്മൾ ഓഡിറ്റിങ്ങിൽ പഠിക്കുന്നുണ്ട്.
So owned by the auditor ആണ് കേട്ടോ. ഓപ്ഷൻ സി. Moving to question number 16. Which of the following best describes the primary purpose of audit program preparation? Audit program preparation primary purpose ആണ് ചോദിക്കുന്നത്. To detect errors or fraud, to comply with gap, to gather sufficient appropriate evidence, to assess audit risk. എന്താണ് വരാ ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പറേഷന്റെ പ്രൈമറി പേർപ്പസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്താണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ആ റൂൾസ് വെച്ചിട്ട് എന്താണ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് തന്നെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അതാണ് മെയിൻ എന്താണ് പർപ്പസ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പറേഷൻ്റെ. സോ ടു കംപ്ലൈ വിത്ത് ഗ്യാപ്പ് ആണ് ആൻസർ വരാം. ഓപ്ഷൻ ബി. Moving to question number 17. Which of the following is not an advantage of preparation of working paper? Working paper prepare ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. Number 1, to provide a basis for review of audit work, to provide a basis for subsequent audits, to ensure audit work is being carried out as per program, to provide a guide for advising another client on similar issues. അപ്പോൾ നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്നാ ചോദിക്കുന്നത്. വർക്കിംഗ് പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ബെനിഫിറ്റ് അല്ലാത്തത്, അഡ്വാൻറ്റേജ് അല്ലാത്തത്, ഇപ്പോൾ ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ റിവ്യൂ ഓഫ് ഓഡിറ്റ് വർക്ക്, ഓഡിറ്റ് വർക്കിനെ റിവ്യൂ ചെയ്യാൻ പറ്റും, അഡ്വാൻറ്റേജ് ആണ്, കറക്റ്റ്. ദെൻ ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ സബ്സിക്വന്റ് ഓഡിറ്റ്, അതും കറക്റ്റാ. ടു എൻഷുർ ഓഡിറ്റ് വർക്ക് ഈസ് ബീങ് ക്യാരിഡ് ഔട്ട് ആസ് പെർ പ്രോഗ്രാമിന്റെ ബേസിൽ തന്നെയാണോ ചെയ്യുന്നത് നോക്കുന്നത് മറ്റൊരു ചോദ്യം, അതും കറക്റ്റാ. ടു പ്രൊവൈഡ് എ ഗൈഡ് ഫോർ അഡ്വൈസിങ് അനദർ ക്ലയന്റ് ഓൺ സിമിലർ ഇഷ്യൂസ്, ഓരോ കേസും ഡിഫറൻ്റ് ആണ്. സോ നമ്മുടെ കേസിന്റെ ബേസിൽ നമുക്ക് മറ്റൊരു കേസിനെ അല്ലെങ്കിൽ ബേസ് കൊടുക്കാൻ സാധിക്കില്ല, അഡ്വൈസ് ചെയ്യാൻ സാധിക്കില്ല. സോ ടു പ്രൊവൈഡ് എ ഗൈഡ് ഫോർ അഡ്വൈസിങ് അനദർ ക്ലയന്റ്, നമ്മുടെ ഡീറ്റെയിൽ വെച്ചിട്ട് മറ്റൊരു ക്ലയന്റിനെ അതുകൊണ്ട് ഒരു ഗുണമില്ല. സോ ദിസ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്. സോ ആൻസർ വരാം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. Moving to question number 18. For what minimum period should audit working papers be retained by audit firm? Minimum എത്ര ടൈം പീരീഡ് ആണ് ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഓഡിറ്റ് ഫേം റീറ്റെയിൻ ചെയ്യുക? Number 1, for the time period the entity remains a client of the audit firm. Number 2, for a period of 10 years. For a period of audit opinions then them to be useful in serving the client. For the period the audit firm is in existence. സോ നമുക്ക് എത്ര ടൈം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിൽ നമുക്ക് വായിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ മെയിൻ ആയിട്ട് വരുന്നത് ആദ്യത്തെയും മൂന്നാമത്തെയാണ്. ആദ്യത്തെ വരുന്നത് ഫോർ ദി ടൈം പീരീഡ് ദി എൻറ്റിറ്റി റിമൈൻസ് എ ക്ലയന്റ് ഓഫ് ദി ഓഡിറ്റ് ഫേം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത് ഫോർ എ പീരീഡ് ഓഡിറ്റർ ഒപ്പീൻസ് ദം ടു ബി യൂസ്ഫുൾ ഇൻ സെർവിങ് ദി ക്ലയന്റ്. സോ ഇതിൽ ഏറ്റവും എന്താണ് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫോർ എ പീരീഡ് ഓഡിറ്റർ ഒപ്പീൻസ് ദം ടു ബി യൂസ്ഫുൾ ഇൻ സെർവിങ് ദി ക്ലയന്റ്. ക്ലയന്റിനെ നമ്മൾ അല്ലേ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് സെർവ് ചെയ്യുന്നവരെ നമുക്കിത് കീപ്പ് ചെയ്യാം. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. റിമൈൻസ് ക്ലയന്റ് അല്ല, നമുക്ക് ഈ ഒരു ക്ലയന്റ് ആവശ്യമുള്ള, ഇനിയിപ്പോൾ ആ ക്ലയന്റ് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോയി, അങ്ങനെയാണെങ്കിൽ വേണ്ട, യൂസ്ഫുൾ എപ്പോൾ വരെ നമ്മൾ സെർവ് ചെയ്യുന്നു അതുവരെ. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് വരാ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഓഡിറ്റേഴ്സ് വർക്കിംഗ് പേപ്പർ? ട്രൂ. Number 1, they document the level of independence maintained by the auditor. Number 2, they should be considered as the principal support for the auditor's report. Number 3, they should not contain details regarding weakness in the internal control system. Number 4, they help the auditor to monitor the effectiveness of audit firm quality control. അപ്പോൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഗുണമാണ് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് താഴെ പറയുന്നതിൽ ശരി എന്താണെന്നുള്ളതാണ് നമുക്ക് കൊടുക്കാനല്ലേ. അപ്പോൾ എന്താണ് വരാ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രൂ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനം നോക്കിയാൽ ദേ ഹെൽപ്പ് ദി ഓഡിറ്റർ to monitor the effectiveness of the audit firm's quality control. വർക്കിംഗ് പേപ്പേഴ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഹെൽപ്പ് ഓഡിറ്റർ ടു മോണിറ്റർ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ഓഡിറ്റ് ഫേംസ് ക്വാളിറ്റി കൺട്രോൾ. ഫേമിൻ്റെ ഇഫക്റ്റീവ്നെസ്
ക്വാളിറ്റി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ സാധിക്കും വർക്കിംഗ് പേപ്പേഴ്സ് കൊണ്ട്. ദാറ്റ്സ് ആക്ച്വലി ട്രൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരാട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20, നമുക്കിതും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. നോളേജ് ഓഫ് ദി എൻറ്റിറ്റീസ് ബിസിനസ് ഡസ് നോട്ട് ഹെൽപ്പ് ദി ഓഡിറ്റർ ടു. അപ്പോൾ ബിസിനസ്സിൻ്റെ നോളേജ് ഓഡിറ്റർക്ക് ഹെൽപ്പ് ചെയ്യുക. ഡസ് നോട്ട് ഹെൽപ്പ് ദി ഓഡിറ്റർ ടു നമ്പർ 1 റെഡ്യൂസ് ഇൻഹറൻറ്റ് റിസ്ക്, ഐഡൻറ്റിഫൈ പ്രോബ്ലം ഏരിയാസ്, ഇവാലുവേറ്റ് റീസണബിൾനെസ് ഓഫ് എസ്റ്റിമേറ്റ്സ്, ഇവാലുവേറ്റ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഗ്യാപ്പ്. അപ്പോൾ ഇതിലേതായിരിക്കും ഓഡിറ്റർക്ക് ചെയ്യാൻ സാധിക്കാത്തത്? ഓഡിറ്റർക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ ഇൻഹറൻറ്റ് റിസ്ക് സ്ഥാപനത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കുറയ്ക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. ഇപ്പോൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഇവാലുവേറ്റ് റീസണബിൾനെസ് ഓഫ് എസ്റ്റിമേറ്റ്, അതും ഇവാലുവേഷൻ പോസിബിൾ ആണ്. ഇവാലുവേറ്റ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഗ്യാപ്പ് പോസിബിൾ ആണ്. ബട്ട് എന്താണ്, ഓഡിറ്ററിനെ കൊണ്ട് കൂടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷന് ശേഷം അത് എന്താണ് ചെക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ് പറ്റുക. അതല്ലാണ്ട് ഫ്യൂച്ചറിൽ അത് യൂസ്ഫുൾ ആയിരിക്കും ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന്. അതല്ലാണ്ട് ഇൻഹറൻറ്റ് റിസ്ക് കുറയ്ക്കാൻ സാധിക്കില്ല. ഡസ് നോട്ട് ഹെൽപ്പ് ദി ഓഡിറ്റർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരാട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് 20th ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നാളെ എല്ലാവരും കറക്റ്റ് സമയത്ത് പോയി എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിലൂടെ പറയാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. സോ നാളത്തെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.